അസറ്റിക് ആസിഡ് ടു പ്രൊപ്പനോയിക് ആസിഡ്. അസറ്റിക് ആസിഡിനെ നമുക്ക് എന്താക്കി മാറ്റണം? പ്രൊപ്പനോയിക് ആസിഡ് ആക്കി മാറ്റണം. അത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അസറ്റ് എന്ന് പറഞ്ഞാൽ 2 കാർബണുള്ളതാണ് അല്ലെ, പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 കാർബണുള്ളതാണ്. അപ്പൊ 2നെ 3 ആക്കണം. മറ്റേ ഒരു സ്റ്റെപ്പ് അപ്പ് റിയാക്ഷൻ ആണ്, സ്റ്റെപ്പ് അപ്പ് ചെയ്യണം, ഒന്ന് കൂട്ടണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയുന്നത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. സ്റ്റെപ്പ് അപ്പ് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ സയനൈഡ് ആക്കി മാറ്റുന്നത് നല്ലതായിരിക്കും. സയനൈഡ് ആക്കുമ്പോൾ എന്താ നമുക്ക് ഗുണം കിട്ടുന്നത്? ഒരു കാർബൺ അഡീഷണലി കയറിയല്ലേ അതില്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പാണ് സയനൈഡ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും സയനൈഡിലേക്ക് ആക്കിയിട്ട് വേണം പ്രൊപ്പാക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം അസറ്റിക് ആസിഡിന്റെ ഫോർമുല എഴുതി നോക്കാം. എന്താ അസറ്റിക് ആസിഡിന്റെ ഫോർമുല? CH3COOH. ഇതിലേക്ക് നമുക്ക് നേരെ സയനൈഡ് ആയിട്ട് കാര്യമില്ല. സോ ഇതിനെ നമുക്ക് ആദ്യം ആൽക്കഹോൾ ആക്കാം. ഇതിനെ ആൽക്കഹോൾ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? റിഡക്ഷൻ ചെയ്യണം. ഇപ്പൊ ലിഥിയം ഹൈഡ്രേറ്റ് തന്നെ നിങ്ങൾ എഴുതിയാലും മാർക്ക് കിട്ടുന്നില്ല, ഏതെങ്കിലും റെഡ്യൂസിങ് ഏജന്റ് എഴുതിയാൽ മതി. റെഡ്യൂസിങ് ഏജന്റിനോട് നമ്മൾ റിഡക്ഷൻ നടത്തുമ്പോൾ ഇത് എന്താവും? ആൽക്കഹോൾ ആവും. CH3CH2OH. നമുക്കൊരു പ്രൈമറി ആൽക്കഹോൾ കിട്ടിയില്ലേ? ഇനി പ്രൈമറി ആൽക്കഹോൾ